ഹലോ യൂട്യൂബ്, എല്ലാവർക്കും മെൻ ഓഫ് കറേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ 2024 മോഡൽ യമഹ R3. അപ്പോൾ ഈ വണ്ടി മേടിച്ച ഡീറ്റെയിൽസും ഒക്കെ വച്ചിട്ട് ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീടിനടുത്ത് മോസ്റ്റ് വാണ്ടഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിൽ നിന്നാണ് ഈ വണ്ടി പർച്ചേസ് ചെയ്തത്. അവിടുത്തെ മൂസിൻ പുറയാണ് നമുക്ക് വണ്ടി സെറ്റാക്കി തന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ പർച്ചേസ് കാര്യങ്ങളും ഡീറ്റെയിൽസ് എല്ലാം സെപ്പറേറ്റ് ആയിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു മോഡിഫിക്കേഷൻ വർക്കാണ്. അതായത് ഓവറായിട്ട് നമ്മൾ മോഡിഫിക്കേഷൻ ചെയ്യുന്നില്ല, ജസ്റ്റ് ഒരു ഡയറക്റ്റ് സ്വാപ്പ് മെത്തേഡ് വഴി ചെയ്യുന്നൊരു പരിപാടിയാണ്. അതായത് ഇതിൻ്റെ ആക്സിലേറ്റർ ത്രോട്ടിൽ ട്യൂബ് നമ്മൾ യമഹ R6 ബൈക്കുമായിട്ടൊന്ന് സ്വാപ്പ് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ പാർട്ട് നമ്മൾ നമ്മുടെ വീടിനടുത്തുള്ള ശിവജി യമഹയെ പോയിട്ട് പർച്ചേസ് ചെയ്ത് ഓർഡർ ചെയ്ത് വരുത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പാർട്ടിനെ നമ്മൾ ഡയറക്റ്റ് ഇതിലെ യമഹ R3യുടെ ട്യൂബിനെ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. യമഹ R3 യൂസ് ചെയ്യുന്ന അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു മോഡിഫിക്കേഷൻ തന്നെയാണിത്. അതായത് ഈ യമഹ R6ൻ്റെ ട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഡയറക്റ്റ് ഫിറ്റാണ്. നമ്മൾ ജസ്റ്റ് ഇതിൽ വേറെ മോഡിഫിക്കേഷൻ ഒന്നും ചെയ്യണ്ട, ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ പോലെ നമുക്കിത് ഫിറ്റ് ചെയ്യാം. യമഹ R6ൻ്റെ ട്യൂബ് ഫിറ്റ് ചെയ്യുന്നതോടെ ഇതൊരു ക്വിക്ക് ത്രോട്ടിൽ പോലെ ആക്ട് ചെയ്യും വണ്ടി. അപ്പോൾ ശകലം ട്വിസ്റ്റ് ചെയ്താൽ മാത്രം മതി, അപ്പം ക്വിക്ക് ത്രോട്ടിൽ പോലെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. ഇതിന് റേറ്റ് വരുന്നത് 1972, ഏകദേശം 2K അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് നമ്പർ ഇതാണ്. അപ്പോൾ ഈ പാർട്ട് നമ്പറും കൊണ്ട് നമ്മൾ യമഹ സർവീസ് സെൻറ്ററിൽ കൊണ്ടുപോയി ഓർഡർ ചെയ്യാം. അപ്പോൾ എല്ലാ സർവീസ് സെൻറ്ററിലും പറ്റത്തില്ല. അവരുടെ പ്രീമിയം ബൈക്സ് വിൽക്കുന്ന ബ്ലൂ കോർ എന്ന് പറഞ്ഞ സർവീസ് സെൻറ്ററുകളിൽ മാത്രമേ ഈ സാധനം നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഉടൻ തന്നെ സാധനം വരുത്തിച്ച് തരും. 2 വീക്സിനകത്ത് നമുക്ക് സാധനം കിട്ടും. അപ്പോൾ ഇത് കാണാനൊക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്, മറ്റേ സ്റ്റോക്ക് പോലെ തന്നെയാണ് ഇരിക്കുന്നത്, ഒരു വ്യത്യാസമില്ല. ആകെ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയമീറ്റർ ചെറിയൊരു വ്യത്യാസമുണ്ട്. അതായത് ഈ കേബിൾ റൗട്ട് ചെയ്യുന്ന സ്ഥലത്ത് ശകലം വണ്ണം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിതൊരു ക്വിക്ക് ത്രോട്ടിൽ എഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ഞാനിതിപ്പോൾ യമഹ R3യുടെ ത്രോട്ടിൽ ട്യൂബ് അഴിച്ചെടുത്തിട്ടുണ്ട്. R6ഉം കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഒറ്റ നോട്ടത്തിൽ നമുക്ക് വലിയ ഡിഫറൻസ് ഒന്നും തോന്നത്തില്ല. പക്ഷേ ഈ ഒരു ത്രോട്ടിൽ കേബിൾ കണക്ട് ചെയ്യുന്ന ആ ഒരു പോർഷൻ, റൗട്ട് ചെയ്യുന്ന പോർഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇച്ചിരി കൂടെ തിക്നെസ് കൂടുതലാണ് R6ൻ്റെ ത്രോട്ടിൽ ട്യൂബിന്. അപ്പോൾ ഈ ഒരു തിക്നെസ് കാരണമാണ് നമുക്ക് ഈ ഒരു ക്വിക്ക് ത്രോട്ടിൽ എഫക്റ്റ് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ കിട്ടുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇച്ചിരി ഒരു ഗ്രീസൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫിറ്റ് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് R3യുടെ ട്യൂബ് എങ്ങനെ ഇരിക്കും അതേപോലെ തന്നെയാണ് R6ൻ്റെ ട്യൂബും ഫിറ്റ് ചെയ്യുമ്പോൾ ഇരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ ഒരു വ്യത്യാസം നമുക്ക് തോന്നത്തില്ല. ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. കുറച്ച് കൈ കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ട്. ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം ആ ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതായത് കുറച്ച് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി ഒരു ത്രോട്ടിൽ റെസ്പോൺസ് നല്ലോണം മാറിയിട്ടുണ്ട് വണ്ടിയുടെ. യമഹ R3 കൊണ്ട് ലോങ് പോയിട്ടുള്ളവർക്ക് അത്യാവശ്യം മനസ്സിലാവും. അതായത് ഈ ഒരു 100 കിലോമീറ്റേഴ്സൊക്കെ റൈഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മളെ റൈറ്റ് റിസ്റ്റിൽ ചെറുതായിട്ടൊരു സ്ട്രെയിൻ പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതായത് ഈ ത്രോട്ടിൽ ഒരുപാട് തിരിച്ചാൽ മാത്രമേ വണ്ടി ടോപ്പ് സ്പീഡ് അറ്റൈൻ ചെയ്യത്തുള്ളൂ, ആ ഒരു ഫീൽ പോലെ. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് മാറിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ത്രോട്ടിൽ ശകലം കൊടുത്തപ്പോൾ തന്നെ വണ്ടി ചാടി കയറി പോകുന്നുണ്ട്. അപ്പം ശരിക്കും ഇതൊരു നല്ലൊരു മോഡിഫിക്കേഷനാണ്. അതായത് ഒരു ഡയറക്റ്റ് ഫിറ്റ്മെൻ്റ് ആണ്. അതായത് വേറൊരു വണ്ടിയുടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് തോന്നുന്നില്ല. ശരിക്കും ഒരു സ്റ്റോക്ക് ഫിറ്റ്മെൻറ്റ് പോലെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാനിത് ശരിക്കും റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക്. പക്ഷേ വില കുറച്ച് ഹയർ സൈഡാണ്, ഓൾമോസ്റ്റ് 2000 റുപ്പീസ് അടിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്ത ഷോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. യമഹ ശിവജി യമഹ കൈമന എന്ന ഷോറൂമിൽ നിന്നാണ് ഞാൻ മേടിച്ചത്. അവിടെ പോയി ഓർഡർ പ്ലേസ് ചെയ്ത് 2 വീക്സിനകത്ത് സാധനം അവർ വരുത്തിച്ച് തരും. ഒരു അഡ്വാൻസ് പേയ്മെൻറ്റും കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് സാധനം എടുത്ത് വണ്ടിയിൽ സെറ്റാക്കാവുന്നതാണ്. ഈ ഒരു മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മുടെ പുറത്ത് രാജ്യത്ത് എല്ലാവരും ഒക്കെ അത്യാവശ്യം ചെയ്യുന്നൊരു മോഡിഫിക്കേഷൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഈ R6ൻ്റെ ത്രോട്ടിൽ ട്യൂബ് കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് വലിയ ഉറപ്പില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് എന്തായാലും പോയി ഒന്ന് ഓർഡർ ചെയ്ത് നോക്കി. പക്ഷേ സാധനം നമുക്ക് അവൈലബിൾ ആയി. അല്ലെന്നുണ്ടെങ്കിൽ ഇനി പുറത്തുനിന്നൊക്കെ വരുത്തിക്കേണ്ടി വന്നേനെ, അത് ഒരുപാട് കോസ്റ്റ് ആവും. പക്ഷേ ഇത് സംഗതി അവൈലബിൾ ആയത് കാരണം സെറ്റ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നമ്മൾ വണ്ടിയിൽ ഇനി അങ്ങനെ മോഡിഫിക്കേഷൻ എന്ന് പറയാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു റേഡിയേറ്റർ ഗ്രില്ല് മാത്രമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതൊരു സേഫ്റ്റി നമുക്ക് ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്.
അത് RK എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു സാധനമാണ്. ആഫ്റ്റർ മാർക്കറ്റ് ഒരു റേഡിയേറ്റർ ഗ്രില്ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ R6 ഈ യമഹ R3ക്ക് അത് റേഡിയേറ്റർ ഗ്രില്ല് ഫിറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കമ്പനി തന്നെ ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അതായത് ഞാൻ അങ്ങനെയാണ് ഫിറ്റ് ചെയ്തപ്പം മനസ്സിലായത്, അവിടെ ഒരു പ്രൊവിഷൻ അവർ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാരണമായിട്ട് നമുക്ക് ഡയറക്റ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റും ഒരു റേഡിയേറ്റർ ഗ്രില്ല്. ശരിക്കും അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് ഈ റേഡിയേറ്റർ ഗ്രില്ല്. നമുക്ക് ഈ കല്ലൊക്കെ ഒന്ന് അടിച്ച് ഈ ബ്രേക്ക് ആവാതെ നമുക്ക് റേഡിയേറ്റർ നല്ല പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും. കാര്യം അത് അത്യാവശ്യം കോസ്റ്റ് വരുന്നൊരു സാധനമാണ്. ഈ വണ്ടിയുടെ എല്ലാ സാധനങ്ങൾക്കും നല്ലൊരു കോസ്റ്റ് തന്നെ വരുന്നുണ്ട്. യമഹ സർവീസ് ചെയ്യുമ്പോൾ നമ്മൾ മാറുന്ന പാർട്സൊക്കെ അവൈലബിൾ ആയിരിക്കും. അതായത് ഈ നോർമലി ഉള്ള എയർ ഫിൽറ്റർ, ഓയിൽ ഫിൽറ്റർ, കേബിൾസ്, ഇതൊക്കെ നമുക്ക് സർവീസ് സെൻ്ററിൽ നിന്ന് നോർമലി കിട്ടും. പക്ഷേ അതല്ലാതെ ഇപ്പോൾ എന്തെങ്കിലും ഒരു ക്രാഷിൻ്റെ ടൈമിലോ അല്ലെങ്കിൽ ഒരു റീപ്ലേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ വരുത്തിക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ